ഞെട്ടിയോ? ചെറുതായി ഞെട്ടിയല്ലേ? എന്നാൽ നിങ്ങൾ വലുതായി ഞെട്ടാൻ പോണേയുള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടത് രാമേശ്വരത്തെ പാമ്പൻ പാലത്തിലൂടെ ട്രെയിന് പോകുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരത്തല്ല, കണ്ണൂർ ജില്ലയിലെ കായലോട് പാനുണ്ടയിലെ നീലാംബരി എന്ന വീട്ടിലാണ്. ഇവിടുത്തെ വീട്ടുകാരൻ റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥൻ രാമചന്ദ്രേട്ടനാണ് പാമ്പൻ പാലത്തിന്റെയും ട്രെയിനിന്റെയും പാളത്തിന്റെയും ഒക്കെ അത്ഭുത മാതൃക സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമസ്കാരം രാമചന്ദ്രേട്ടൻ. രാമചന്ദ്രേട്ടന്റെ കരവിരുദ്ധനാൽ തീർത്ത വിസ്മയം കണ്ടറിയേണ്ടത് തന്നെയാണ്. രാമേശ്വരത്തെ പാമ്പൻ പാലത്തിന്റെ അതേ മാതൃകയും KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും നാഷണൽ പെർമിറ്റ് ലോറിയുമെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് അദ്ദേഹം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ രാമചന്ദ്രേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ ഈ പാമ്പൻ പാലം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്? അത് പ്രധാനമന്ത്രി അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്തതാണല്ലോ. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു മാതൃക ഒരു മിനിറ്റിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് അതിൻ്റെ എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. റെയിൽപാളവും റെയിൽവേ ട്രാക്ക് മാറ്റുന്ന സംവിധാനവും സിഗ്നലും അടക്കം സൂക്ഷ്മമായി പുനർനിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ. KSRTC ബസ്സിലെ സീറ്റിംഗ് പൊസിഷനുകൾ വിസ്മയിപ്പിക്കുന്നതാണ്. പുറം കാഴ്ചയേക്കാൾ വിസ്മയകരമാണ് ബസ്സിന്റെ അകം കാഴ്ച. യന്ത്രഭാഗങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നത് ഏറെ കൗതുകകരമാണ്. പലതും മാസങ്ങളെടുത്താണ് രാമചന്ദ്രേട്ടൻ പൂർത്തിയാക്കിയത്. മൾട്ടിവുഡ്, നേരിയ മൾട്ടിവുഡ്, പിന്നെ PVC പൈപ്പ്, പിന്നെ 2 മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ, ചെറിയ മോട്ടോർ, പിന്നെ ഒരു ബാറ്ററി. അത് ആവശ്യമുള്ളത്. എന്താ അതിന്റെ ആവശ്യം എന്ന് അറിയാൻ വേണ്ടി, പാമ്പൻ പാലത്തിന്റെ ഉദ്ദേശം എന്താണ് ഒരു മിനിറ്റ് കൊണ്ട് അറിയാൻ വേണ്ടി. പാലം പൊങ്ങി പോകണം, അപ്പോൾ ഷിപ്പ് അതിൻ്റെ ഉള്ളിൽ കടന്നു പോകണം, അതിനുശേഷം താഴോട്ട് ഇറങ്ങണം, ട്രെയിന് പോകണം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു മെക്കാനിക്കൽ എന്തെങ്കിലും അതിൽ വേണം, അല്ലാതെ ഞാൻ ചെയ്യില്ല. ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ വണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ടെക്നിക്കൽ സ്കൂളിൽ ചേർത്ത് 8ാം ക്ലാസ് മുതൽ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പഠിച്ചത് 8ാം ക്ലാസ്. അതിനുശേഷം പോളിടെക്നിക്കലേ പഠിച്ചു. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭയങ്കര താല്പര്യമാണ്. 1978 ബെസ്റ്റ് അവാർഡ് കിട്ടിയാണ് കേരള സ്റ്റേറ്റിന്. അത് അവാർഡ് എങ്ങനെയാ വെച്ചാൽ അത് കേരള സ്റ്റേറ്റ് മൊത്തത്തിലൊരു എക്സാം ഉണ്ടായിരുന്നു, ഇതുപോലെ ചെയ്തിട്ടുള്ള, അതിൽ കിട്ടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം അറിവും കൗതുകവും പകരാൻ തന്റെ വിശ്രമ ജീവിതം രാമചന്ദ്രേട്ടൻ സമർപ്പിച്ചിരിക്കുകയാണ്. ശാസ്ത്രവും ഭാവനയും സമന്വയിപ്പിച്ച കൗതുക കാഴ്ച നാട്ടുകാർക്കും വീട്ടുകാർക്കും സുപരിചിതമെങ്കിലും പ്രശസ്തി ആഗ്രഹിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആത്മസംതൃപ്തി മാത്രം തേടിയുള്ളതാണ്. അപ്പോൾ പുതിയ കഥകൾ, പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ ചെണ്ട വീണ്ടും നിങ്ങളുടെ മുന്നിലേക്കെത്തും. സ്റ്റേ ട്യൂൺഡ്.